പ്രിയപ്പെട്ടവരെ, ഇത് ദൈവകരുണയുടെ പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അൻപാർന്ന സ്നേഹത്തോടെ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കുവാനും ഒരിക്കലും വിട്ടുമാറാത്ത കൃപയിൽ നമ്മുടെ ജീവിതത്തെ ദൈവം നിറയ്ക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിരുവചനം കേൾക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്നാണ്. 11 മുതലുള്ള വാക്യങ്ങൾ. ഒരിക്കലൊരു മനുഷ്യൻ രാജാവായി തീരുവാൻ വേണ്ടി നാട് വിട്ടു പോകുന്നതിന് മുൻപ് അയാൾ തൻ്റെ സേവകന്മാരെ വിളിച്ച് ഒരാൾക്ക് 10 താലന്തും മറ്റൊരാൾക്ക് 5 താലന്തും മറ്റൊരാൾക്കും 2 താലന്തും ഏൽപ്പിച്ചു കൊടുത്തു. അയാൾ രാജാധികാരങ്ങളെല്ലാം നേടി തിരികെ വന്ന് താൻ ഏൽപ്പിച്ച പണത്തിൻ്റെ കണക്ക് ചോദിക്കുവാൻ വേണ്ടി സേവകന്മാരെ ഓരോരുത്തരായി വിളിച്ചു. 10 താലന്തുള്ളവൻ 10 കൂടെ സമ്പാദിച്ച് യജമാനൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ 10 കൂടെ നേടിയിട്ടുണ്ട്. യജമാനൻ പറഞ്ഞു, വിശ്വസ്തനായ ദാസ, നീ ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നത് കൊണ്ട് നീ 10 നഗരങ്ങളുടെ കാവൽക്കാരനായിക്കൊള്ളുക, അധിപതിയായിക്കൊള്ളുക എന്ന് പറഞ്ഞു. 5-ാമൻ 5 കൂടെ സമ്പാദിച്ച് ഈ യജമാനൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. യജമാനൻ 5 നഗരങ്ങളുടെ ആധിപത്യം അവന് കൊടുത്തു. 3-ാമൻ തുണിയിൽ പൊതിഞ്ഞു വെച്ച താലന്തുമായി യജമാൻ്റെ മുമ്പിൽ വന്നു. യജമാനോട് പറഞ്ഞു, നീ വെക്കാത്തിടത്ത് നിന്ന് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന കർക്കശക്കാരനായ മനുഷ്യനാണ്. വിതയ്ക്കാത്തത് കൊയ്യുന്നവനാണ് നീ. അതുകൊണ്ട് നിന്റെ താലന്ത് നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് ഞാൻ അത് പൊതിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഇതാ പിടിച്ചുകൊള്ളാൻ പറഞ്ഞു. യജമാനൻ പറഞ്ഞു, നിനക്കത് പലിശക്കാരുടെ കൈകളിലെങ്കിലും കൊടുത്ത് ഇരട്ടിപ്പിക്കാമായിരുന്നില്ലേ? അതുകൊണ്ട് ഈ താലന്ത് ഇവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട വചനം അതിൻ്റെ അവസാനമാണ്. വചനം ഇപ്രകാരം പറയും, ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവൻ്റെ കൈകളിൽ നിന്ന് ഉള്ളത് കൂടെ എടുത്തു മാറ്റപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഈ ഒരു നീതിയെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ധ്യാനിച്ചിട്ടുണ്ടോ? ദൈവം ഈ ഒരു നീതി എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്? ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടി എടുത്തു മാറ്റപ്പെടും. ഇപ്പം എങ്ങനെയാണ് ഒരുവന് ജീവിതത്തിൽ കൂടുതലുണ്ടാകുന്നത്? ഏതൊരു മനുഷ്യനാണോ കൃപയെയും കൃപാവരത്തെയും ജീവിതത്തിൻ്റെ സമ്പത്തിനെയും ഒക്കെ ഗൗരവകരമായി കാണുന്നത്, അയാൾക്കുള്ളതാണ് ജീവിതം. ജീവിതത്തെ നിസ്സാരമായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ കണക്കാക്കുകയാണെങ്കിൽ അവന് ഉള്ളതെന്ന് കരുതുന്നത് പോലും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ദൈവം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളെ ലാഘവത്വത്തോടു കൂടെ കാണുകയും നിസ്സാരമായിട്ട് അതിനെ കണക്കാക്കുകയും ചെയ്താൽ നാളെ നിന്റെ കരങ്ങളിലുണ്ട് എന്ന് നീ കരുതുന്നത് പോലും നിനക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പം എന്തെല്ലാം ജീവിതത്തിലേക്ക് ദൈവം നൽകിയിട്ടുണ്ടോ അവയെല്ലാം ഗൗരവമായി കാണുവാൻ ഒരു മനസ്സ് ഓരോ മനുഷ്യനും ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നിനക്ക് ജീവിതത്തിൽ ഒരുപാട് കൃപകൾ ദൈവം നൽകിയിട്ടുണ്ട്. ആ കൃപകളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ബോധ്യമില്ലാതെ നമ്മൾ വീണ്ടും നമ്മൾ ദാരിദ്ര്യനായി ജീവിക്കുകയും നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കുറവുകാരനായിട്ട് മാറുകയും ചെയ്താൽ എങ്ങനെ നിങ്ങൾക്ക് ദൈവിക കൃപയോട് നീതി പുലർത്തി ജീവിക്കുവാനായിട്ട് കഴിയും? ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഗൗരവത്തോടുകൂടെ കണക്കാക്കി അതിനെ ഒന്ന് വർദ്ധിക്കുവാനായിട്ട് ഏത് മനുഷ്യനാണോ ജീവിതത്തിൽ പരിശ്രമിക്കുന്ന അവൻ വീണ്ടും നൽകപ്പെടുന്നവനായിട്ട് മാറും. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന്, കർത്താവേ, എനിക്കൊന്നുമില്ല, ഞാൻ ദരിദ്രനാണ്, എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയാസമാണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. എത്രയോ കൃപകൾ കൊണ്ട് ദൈവം നിന്നെ സമ്പന്നനാക്കിയിട്ടുണ്ട്. എത്രയോ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിന്റെ ജീവിതത്തെ നിറച്ചിട്ടുണ്ട്. അതിനെ തൃണവൽക്കരിച്ചുകൊണ്ടും അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കാതെയും നമ്മൾ വീണ്ടും കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. തരില്ല ദൈവം. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഗൗരവത്തോടുകൂടെ എടുത്ത് അതിനെ വർദ്ധിപ്പിച്ച് ദൈവത്തിന് മുമ്പിൽ ചെന്നാൽ വീണ്ടും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. പലപ്പോഴും കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും പിന്നിലുള്ള ശാസ്ത്രം ഇത് തന്നെയാണ്. നീതി ഇത് തന്നെയാണ്. ഈ നീതിയെ ഏത് മനുഷ്യനാണോ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നത് അവനാണ് പിന്നീട് ജീവിതത്തിൻ്റെ ഏത് വഴികളിലും അനുഗ്രഹം തേടിയെത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച കൃപകൾക്ക് നന്ദി പറഞ്ഞതിനെ വർദ്ധിപ്പിക്കുവാനായിട്ട് നോക്കൂ.
നിങ്ങളുടെ ശ്രമം ഓരോ അനുഗ്രഹത്തിൻ്റെ പിന്നാലെയും ഉണ്ടാവട്ടെ. ഗൗരവത്തോടുകൂടെ നിങ്ങൾ ജീവിതത്തെ കണക്കാക്കൂ. കൂടുതൽ കൂടുതൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഉള്ളവന് വീണ്ടും നൽകപ്പെടും, ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്തു മാറ്റപ്പെടും. ഈശോയെ, ഈ പകലിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നവിടെ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഗൗരവത്തോടു കൂടെ കണക്കാക്കുവാൻ, അതിനെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികൾ കൊണ്ട് വർദ്ധിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.